ഞാൻ ആത്മതപനം ചെയ്യും, ഞാൻ വേദപുസ്തകം പഠിക്കും, ഞാൻ വിശുദ്ധനായി ജീവിക്കും, ഞാൻ ദശാംശം കൊടുക്കും, ഞാൻ ദൈവത്തിന് മുമ്പിൽ യോഗ്യമായി നടക്കും. പക്ഷെ എനിക്ക് അതിലൊന്നും പ്രശംസിക്കാനില്ല. പ്രശംസിക്കുന്നവൻ ദൈവത്തിൽ പ്രശംസിക്കട്ടെ. അബ്രഹാമിന് കൊടുത്തത് വാഗ്ദത്തമായിരുന്നു. വാഗ്ദത്തം ലഭിച്ചവൻ അതിൽ ക്ഷീണിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് പൂർണ്ണമായി ഉറച്ചെങ്കിൽ, വേദപുസ്തകത്തിലെ എല്ലാ വാഗ്ദത്തങ്ങളും യേശുവിൽ വിശ്വസിക്കുന്നവന് ഊവെന്നും ആമേനെന്നുമാണ്. ഞാൻ വാഗ്ദത്തങ്ങളിലല്ല ജീവിക്കുന്നത്, ഞാൻ വാഗ്ദത്ത നിവർത്തിയിലാണ് ജീവിക്കുന്നത്. നിങ്ങളോട് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്നു എന്നാണ്. ഏതോ അന്യാരാധന ആലയത്തിന്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോ തലവേദന എടുത്ത് പെട്ടെന്ന് ഏതോ പോരാട്ടം കയറി അടിച്ചതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ക്രിസ്തു ഭക്തൻ ഈ സത്യത്തെ തിരിച്ചറിഞ്ഞാൽ അതിനെ കുടഞ്ഞു കളയത്തില്ലേ? ഇന്ന് ആദ്യ പാഠങ്ങളെന്നൊന്നും പറഞ്ഞാൽ പോരാ, ആദ്യ അക്ഷരങ്ങൾക്കകത്ത് പോലും പല ക്രൈസ്തവരും എത്തിയിട്ടില്ല. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എന്നെ അത്യന്തം മീതെ ഇരുത്തിയെങ്കിൽ ഞാൻ ആ ആലയത്തിന്റെ സൈഡിൽ കൂടെ ബസ്സേ പോയാൽ ആ ഭൂതം എന്നെ എന്തു ചെയ്യാനാ? ഇത് കേൾക്കുന്നു, ഇതിന് ആമേൻ പറയുന്നു, പക്ഷെ ഇതിൽ പൂർണ്ണമായി ഉറച്ചിട്ടില്ല. ഞാൻ ഈ പറയുന്നത് എന്നെ സംബന്ധിച്ചും ശരിയാണ്, നിങ്ങളെ സംബന്ധിച്ചും ശരിയാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസനെ സംബന്ധിച്ചും ശരിയാണ്. ഈ ലോകത്തിലെ ഏറ്റവും ബലഹീനനായ ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചും ഈ സത്യം ശരിയാണ്. വ്യത്യാസം ഏറ്റവും ഉപയോഗിക്കപ്പെടുന്ന ആക്കിയത് അറിയാമെന്ന് മാത്രമല്ല, അയാൾ അതിൽ പൂർണ്ണമായി ഉറച്ചിരിക്കുക.